നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ ഭരണകക്ഷികൾക്ക് ജനപിന്തുണ ഇടിയുകയാണ്. സർവേകളിൽ AfD പാർട്ടി മുന്നിലെത്തി. രാജ്യം രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നുള്ള സൂചനയുമുണ്ട്. ജർമ്മനിയിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ വോട്ടർമാർക്കിടയിൽ കടുത്ത അമർഷവും നിരാശയും പുകയുന്നതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും പുതിയ രാഷ്ട്രീയ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നിലവിലെ ചാൻസലർ ഫ്രെഡറിക് മെർസ്, ഉപചാൻസലർ ലാർസ് ക്ലിംഗ്ബൈൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ടാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഭരണകക്ഷികളുടെ തകർച്ച നിലവിലെ സഖ്യകക്ഷികളായ CDU, CSU, SPD എന്നീ പാർട്ടികളുടെ ജനപിന്തുണയാണ് വലിയ തോതിൽ ഇടിഞ്ഞത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD സർവേകളിൽ വ്യക്തമായ മുൻതൂക്കം നേടിയിട്ടുണ്ട്. ഏകദേശം 29% AfDയുടെ ജനപിന്തുണ. വോട്ടർമാരിൽ 49% ആളുകളും 2029 അവസാനിക്കേണ്ട ഈ ഭരണസഖ്യം കാലാവധി തികയ്ക്കാതെ എത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓസ്ട്രിയയിലെ സാൽസ്ബുർഗിൽ നിന്നും ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് വരികയായിരുന്ന യാത്രാ ട്രെയിനിന്റെ ബ്രേക്കിന് തീപിടുത്ത ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് 200ഓളം യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ ജർമ്മനിയിലെ ട്രൗൺസ്റ്റൈൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു വൻ ദുരന്തം ഒഴിവാക്കിയ സംഭവം നടന്നത്. ഞായറാഴ്ച പുലർച്ചെ 5:11ഓടെയാണ് ട്രൗൺസ്റ്റൈൻ സ്റ്റേഷനിൽ വൻ സുരക്ഷാ സന്നാഹങ്ങൾ ആവശ്യമായി വന്നത്. ട്രെയിനിലെ ഒരു ബോഗിയുടെ ബ്രേക്ക് സംവിധാനം അമിതമായി ചൂടാവുകയും വലിയ രീതിയിൽ പുക ഉയരുകയുമായിരുന്നു. ഏത് സമയത്തും തീപിടിക്കാവുന്ന അതീവ അപകടകരമായ അവസ്ഥയിലായിരുന്നു ട്രെയിൻ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ ബോഗിയിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ചടുലമായി ഇടപെടുകയും ചെയ്തു. ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുകയും യാത്രക്കാരെ സുരക്ഷിതമായി ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ പുക ഉയർന്ന സാഹചര്യത്തിൽ എല്ലാം നിയന്ത്രണ വിധേയമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 200ഓളം യാത്രക്കാർ ട്രെയിനിലുണ്ടായിരുന്നു. ജർമ്മനിയിലെ നീതിന്യായ വ്യവസ്ഥയെ പോലും നടുക്കിയ അതീവ ഗൗരവമുള്ള വാർത്തയാണ് അടുത്തത്. ജർമ്മനിയിലെ പ്രോസിക്യൂട്ടർമാർക്ക് നേരെ വധഭീഷണി. തലയ്ക്ക് വിലയിട്ട് ടർക്കിഷ് മാഫിയ സംഘം. ജർമ്മനിയിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ടർമാരെയും വധിക്കാൻ തുർക്കിഷ് മാഫിയ തലയ്ക്ക് വിലയിട്ടതായി, അതായത് കോഫ്റ്റൽ നൽകാൻ ആവശ്യപ്പെട്ടതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഡാൽട്ടൺസ് എന്ന് വിളിക്കപ്പെടുന്ന അതിശക്തമായ പുതിയ ക്രിമിനൽ ശൃംഖലയെക്കുറിച്ചുള്ള രഹസ്യരേഖകൾ പുറത്തായതോടെയാണ് ജർമ്മനിയിലെ പ്രവാസി സമൂഹത്തെയും പോലീസിനെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കി യുവാക്കളെ ആകർഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ സംഘമാണ് ഇത്. കടകളിൽ വെടിയുതിർക്കുക, വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നിവയാണ് ഇവരുടെ പ്രധാന രീതി. ജർമ്മനിയിൽ വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഈ സംഘത്തിന്റെ തലവൻ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് രഹസ്യരേഖകൾ വ്യക്തമാക്കുന്നു. ജർമ്മനിയിലേക്ക് എത്തുന്ന പ്രായപൂർത്തിയാകാത്ത യുവ അഭയാർത്ഥികളെ പണം നൽകി ആകർഷിച്ച് തങ്ങളുടെ ക്രിമിനൽ കൊട്ടേഷനുകൾ നടപ്പാക്കാനുള്ള ഉപകരണങ്ങളായി ഈ മാഫിയ സംഘം ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ജർമ്മൻ നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് ഈ മാഫിയ വിലയിട്ടിട്ടുണ്ട്. കൂടാതെ ജർമ്മൻ പോലീസിനുള്ളിൽ തന്നെ ഇവരെ സഹായിക്കുന്ന ഒരു രഹസ്യ വിവര ചോർത്തലുകാരൻ ഉണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ജർമ്മനിയിലെ ക്രമസമാധാന നിലയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഈ മാഫിയ സംഘത്തെ തകർക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഔസ്ബുർഗിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുരുക്കഴിക്കുന്ന മാതാവിന്റെ പള്ളിയിൽ സീറോ മലബാർ വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് ഭക്തിപൂർവ്വം വിശുദ്ധ ബലി അർപ്പിച്ചു. ഫാദർ ബെന്നി പാലപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഔസ്ബുർഗിലെ റാത്ത് ഹൌസിന് സമീപമുള്ള മാതാവിന്റെ അത്ഭുത ചിത്രത്തിന് പ്രശസ്തമായ ഈ തീർത്ഥാടന പള്ളിയിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടിയത്. ഔസ്ബുർഗിലെ ഈ സമീപ പ്രദേശങ്ങളിലെ ഏകദേശം 100-ലധികം മലയാളി വിശ്വാസികളാണ് ഈ വിശുദ്ധ സംഗമത്തിൽ പങ്കുചേർന്നത്. ദിവ്യബലി അർപ്പണത്തിനും തുടർന്ന് നടന്ന പ്രത്യേക നൊവേനയിലും ഭക്തിപൂർവ്വം പങ്കെടുത്ത വിശ്വാസികൾ ആത്മീയ അനുഗ്രഹവും സമാധാനവും അനുഭവിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി ജർമ്മനിയിലുള്ള മലയാളികളുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ കേന്ദ്രങ്ങളൊന്നായി ഇവിടം മാറി. കുരുക്കഴിക്കുന്ന മാതാവിന്റെ അത്ഭുത ചിത്രമുള്ള ഈ ദേവാലയം ഇപ്പോൾ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ദിവ്യബലിക്ക് ശേഷം നേർച്ചയും സ്നേഹ സൽക്കാരവും ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ കൂട് തകർത്ത് കടുവ പുറത്തു ചാടി, ഒരാളെ പരിക്കേൽപ്പിച്ചു. ഒടുവിൽ കടുവയെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ജർമ്മനിയിലെ ലൈപ്സിഗ് നഗരത്തിന് സമീപമുള്ള ഒരു വ്യവസായ മേഖലയിൽ കൂട് തകർത്ത് പുറത്തു ചാടിയ കടുവയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കടുവയുടെ ആക്രമണത്തിൽ 73 വയസ്സുകാരനായ ഒരു മൃഗസംരക്ഷകന് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രദേശവാസികളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ സംഭവം നടന്നത്. കൂട് തകർത്ത് ഏകദേശം 300 മീറ്ററോളം മാറി അടുത്തുള്ള ഒരു തോട്ടത്തിലേക്ക് ഓടിക്കയറിയ കടുവയെ പിടികൂടാൻ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയത്. ഒടുവിൽ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ പോലീസ് കടുവയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു.
ഇസ്രായേൽ വിരുദ്ധ ബഹിഷ്കരണങ്ങൾക്കിടയിൽ യൂറോവിഷൻ കിരീടം സ്വന്തമാക്കി ബൾഗേറിയ. വിയന്നയിൽ നടന്ന ഫൈനലിൽ ദാരായ്ക്ക് ചരിത്ര വിജയം ലഭിച്ചു. ആഗോള സംഗീതാസ്വാദകർ കാത്തിരുന്ന 70ാമത് യൂറോവിഷൻ ഗാനമേളയിൽ, അതായത് യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ് 2026 ബൾഗേറിയയ്ക്ക് ചരിത്ര വിജയമാണ് ലഭിച്ചത്. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ ശനിയാഴ്ച രാത്രി നടന്ന ആവേശകരമായ ഫൈനലിൽ ബൾഗേറിയൻ പോപ്പ് താരം ദാര ആലപിച്ച ബംഗാറംഗ എന്ന ഗാനമാണ് കിരീടം ചൂടിയത്. യൂറോവിഷൻ ചരിത്രത്തിൽ ബൾഗേറിയയുടെ ആദ്യ വിജയമാണിത്. വേദിയിലെ മികച്ച നൃത്ത ചുവടുകളും വേറിട്ട ശബ്ദ ഗാംഭീര്യവും കൊണ്ട് ദാര കാണികളുടെയും ദേശീയ ജൂറിയുടെയും വോട്ടുകൾ തൂത്തുവാരി. മത്സരത്തിൽ ഇസ്രായേൽ 2ാം സ്ഥാനവും റൊമാനിയ, ഓസ്ട്രേലിയ, ഇറ്റലി എന്നിവർ തൊട്ടടുത്ത സ്ഥാനങ്ങളും നേടി. ജർമ്മനി 23ാം സ്ഥാനം കൊണ്ടും UK ഏറ്റവും അവസാനത്തെ സ്ഥാനത്തുമാണ് എത്തിയത്. ഇസ്രായേൽ വിരുദ്ധ പ്രകടനം കാരണം സ്പെയിൻ, അയർലൻഡ്, നെതർലൻഡ്സ്, ഐസ്ലാൻഡ്, സ്ലോവേനിയ എന്നീ 5 രാജ്യങ്ങൾ ഈ വർഷത്തെ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നു. ബഹിഷ്കരണം കാരണം ഇത്തവണ വെറും 35 രാജ്യങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. അതേസമയം വിയന്നയിൽ വൻ പ്രതിഷേധം മത്സരം നടക്കുന്നതിന് മുമ്പ് തന്നെ അരങ്ങേറിയിരുന്നു. യൂറോപ്പ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വുമൺസ് ഫോറം എക്സലൻസ് അവാർഡ് 2026 ശ്രദ്ധേയമായി. അഭിവന്യ കുര്യാക്കോസ് മാർ ഫിലോക്സിനോസ് മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തിലും ഫാദർ എൽദോസ് വട്ടപ്പറമ്പിൽ വൈസ് പ്രസിഡന്റായും ടീന ജോസഫ് സെക്രട്ടറി, സിന്ധു അബ്ജിൻ, മെറിൻ കുഞ്ഞുമോൻ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്ന വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പുരസ്കാര വിതരണം. വേങ്ങൂർ മാർ കൗമ യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന അഖില മലങ്കര ദേശീയ വാർഷിക സമ്മേളനത്തിലാണ് പുരസ്കാര ചടങ്ങ് നടന്നത്. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ മോർ ബസേലിയസ് ജോസഫ് തിരുമനസാണ് അവാർഡ് വിതരണം നടത്തിയത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ട ഈ വർഷത്തെ അവാർഡ് കൊച്ചി ഭദ്രാസനത്തിലെ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ചാപ്പൽ കക്കാടം വനിതാ സമാജം അംഗങ്ങൾ ഏറ്റുവാങ്ങി. ഇറ്റലിയിൽ ജനക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ കാലുകൾ മുറിച്ചു മാറ്റി. ഇറ്റലിയിലെ മൊദേന നഗരമധ്യത്തിൽ ജനക്കൂട്ടത്തിലേക്ക് അക്രമി കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ദാരുണമായ സംഭവത്തിൽ 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇവരുടെ 2 കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നതായും ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റവരിൽ ഒരു ജർമ്മൻ വിനോദസഞ്ചാരിയും ഉൾപ്പെടുന്നു. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെടുത്താണ് അപകടം ഉണ്ടായത്. കാൽനട യാത്രക്കാരുടെ ഇടയിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആളുകൾ അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു വീണു. ഒടുവിൽ ഒരു കടയുടെ വലിയ ഗ്ലാസ് വിൻഡോയിൽ ഇടിച്ചാണ് കാർ നിന്നത്. 2 പേരുടെ കാലുകൾ നഷ്ടപ്പെട്ടത് കടയുടെ വിൻഡോയ്ക്കും കാറിനും ഇടയിൽ പെട്ടുപോയതാണ്. 55 വയസ്സുകാരിയായ സ്ത്രീ മരണത്തിന് മുന്നിൽ പോരാടുകയാണ്. അക്രമിയെ ഒടുവിൽ ഓടിച്ചിട്ട് ജനങ്ങൾ പിടിച്ചു. ഒടുവിൽ പോലീസിന് കൈമാറുകയായിരുന്നു. 31 വയസ്സുള്ള മൊറോക്കൻ വംശജനായ സാമ്പത്തിക ശാസ്ത്ര ബിരുദധാരിയെയാണ് പോലീസിന് കൈമാറിയത്. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് ഇറ്റലിയിൽ ഉടനീളം ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ്. യുകെയിലെ കുടിയേറ്റ നയങ്ങൾക്കെതിരെയും ഇസ്ലാം വിരുദ്ധത ഉയർത്തിയും ലണ്ടൻ നഗരമധ്യത്തിൽ 10,000 പങ്കെടുത്ത വൻ തീവ്ര വലതുപക്ഷ റാലി നടന്നു. പ്രമുഖ തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിലാണ് യുണൈറ്റഡ് ദ കിങ്ഡം എന്ന പേരിൽ ശനിയാഴ്ച കൂറ്റൻ മാർച്ച് സംഘടിപ്പിച്ചത്. ഇംഗ്ലീഷ് ചാനൽ കടന്ന് പ്രതിവർഷം 10,000-കണക്കിന് അഭയാർത്ഥികൾ യുകെയിൽ എത്തുന്നതിനെതിരെയുള്ള ജനങ്ങളുടെ അമർഷമാണ് റാലിയിൽ പ്രതിഫലിച്ചത്. ലണ്ടൻ നഗരത്തിൽ വെറുപ്പും ഭിന്നിപ്പും വിതയ്ക്കാനാണ് ഈ റാലി ശ്രമിക്കുന്നതെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ശക്തമായി അപലപിച്ചു. ദുബായിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലേക്ക് പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പ്രവാസി യുവാവിന് രക്ഷകനായി UAE-ലെ മലയാളി നഴ്സ്. റാസൽ കൈമ RAK ഹോസ്പിറ്റലിലെ നഴ്സ് അഖില നീലകണ്ഠനാണ് രക്ഷകയായത്. വിമാനത്തിനുള്ളിൽ വെച്ച് അപസ്മാരം ബാധിച്ച് കൊഴിഞ്ഞു വീണ 32-കാരനെയാണ് രക്ഷിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് 612 വിമാനം പറന്നുയർന്ന് 20 മിനിറ്റിനകം ഒരു യാത്രികൻ ബോധരഹിതനായി വീഴുകയായിരുന്നു. കൈകാലുകൾ വിറച്ച് അതിഗുരുതരാവസ്ഥയിലായ യുവാവിനെ കണ്ട് വിമാനത്തിലുള്ളവർ ആകെ പരിഭ്രാന്തി ഉയർത്തി. വിമാനത്തിൽ ഡോക്ടറോ നഴ്സോ ഉണ്ടോ എന്ന ക്യാബിൻ ക്രൂവിന്റെ അടിയന്തര അനൗൺസ്മെന്റ് കേട്ടയുടൻ തന്റെ 2ാമത്തെ മാത്രം വിമാനയാത്രയായിരുന്നിട്ടും അഖില ഒട്ടും മടിക്കാതെ രോഗിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. വിമാനത്തിൽ ഗ്ലൂക്കോമീറ്റർ പോലും ഇല്ലാതിരുന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറുടെ സഹായത്തോടെ അഖില അതീവ ജാഗ്രതയോടെ IV ലൈൻ ഇട്ടു. 2 മണിക്കൂർ നീണ്ട പരിചരണത്തിനൊടുവിൽ യുവാവ് ബോധം വീണ്ടെടുത്തു. ബോധം വന്ന രോഗിക്ക് അഖില ജ്യൂസ് നൽകി
പരിചരിച്ചു. പിന്നീട് തന്റെ സീറ്റിലേക്ക് മടങ്ങിയെങ്കിലും വീണ്ടും വന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട് സഹോദര എന്ന് അഖില അന്വേഷിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല സഹോദരി എന്നായിരുന്നു നന്ദിയോടെയുള്ള യുവാവിന്റെ പ്രതികരണം. വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്തയുടൻ കാത്തുനിന്ന അടിയന്തര മെഡിക്കൽ സംഘത്തിന് രോഗിയെ സുരക്ഷിതമായി കൈമാറി. വിമാനം തിരുച്ചിറപ്പള്ളിയിൽ ലാൻഡ് ചെയ്തയുടൻ ആകാശത്തുണ്ടായ അടിയന്തര സാഹചര്യത്തിൽ പതറാതെ ജീവൻ രക്ഷിച്ച അഖിലയ്ക്ക് വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക ഉപഹാരം നൽകി. വിമാനത്തിൽ വെച്ച് പ്രത്യേക നന്ദിപത്രവും കൈമാറി. പ്രവാസി ലോകം ഒന്നടങ്കം ഈ നഴ്സിനെ ഇപ്പോൾ ബിഗ് സല്യൂട്ട് നൽകി വരികയാണ്. കേരളത്തിൽ UDF മുന്നണിയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച അധികാരമേൽക്കും. പുതിയ ചരിത്രം കുറിക്കാൻ VD സതീശൻ അടക്കമുള്ള സമ്പൂർണ്ണ മന്ത്രിസഭയാണ് അധികാരമേൽക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും ചടങ്ങ് നടക്കുക. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ പുതിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രവാസി മലയാളി സമൂഹം അതീവ താൽപര്യത്തോടെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് ഇതോടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കേരള ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറി. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയായി VD സതീശൻ ധനം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യും. സണ്ണി ജോസഫ് റവന്യൂ മന്ത്രിയാവും. AP അനിൽകുമാർ ആരോഗ്യവും കൈകാര്യം ചെയ്യും. K മുരളീധരൻ വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കും. PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരിക വകുപ്പും ഏറ്റെടുക്കും. M ലിജു എക്സൈസ് സഹകരണം ഏറ്റെടുക്കും. T സിദ്ദിഖ് വനവും, ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമ വകുപ്പും, OJ ജനീഷ് യുവജനക്ഷേമവും, റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസവും എന്നിവർക്ക് പുറമെ ടേം വ്യവസ്ഥയിൽ IC ബാലകൃഷ്ണനും KA തുളസിയും പട്ടികയിലുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാവും. ഷാനിമോൾ ഉസ്മാനാവും ഡെപ്യൂട്ടി സ്പീക്കർ. ലീഗിൽ നിന്ന് 5 മന്ത്രിമാരാണ് അധികാരം ഏറ്റെടുക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, EV അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മന്ത്രിമാരാകുന്നത്. 2.5 വർഷത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ള മന്ത്രിയാവും. മോൻസ് ജോസഫ്, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. 21 പേരാണ് മന്ത്രിസഭയിലുള്ളത്. 6 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് UDFന്റെ സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത്. ഏക MLA ആയ മാണി സി കാപ്പൻ 2.5 വർഷത്തിന് ശേഷമാവും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുക. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ് തുടങ്ങിയ ഘടകകക്ഷികളുടെ പ്രമുഖരാണ് മന്ത്രിമാരാവുന്നത്. ഒടുവിൽ മിക്ക തർക്കങ്ങളും സമവായത്തിലാണ് കലാശിച്ചത്. ജലവകുപ്പ് കേരള കോൺഗ്രസിനാണ് ലഭിക്കുക. കടുത്തുരുത്തി MLA മോൻസ് ജോസഫാണ് വകുപ്പ് കൈകാര്യം ചെയ്യുക. തൊടുപുഴയുടെ പുതിയ മുഖമായി മുൻമന്ത്രി PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് ചീഫ് വിപ്പാവും. പ്രവാസി സമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് പുതിയ മന്ത്രിസഭയെ എതിരേൽക്കുന്നത്. പുതിയ സർക്കാരിന്റെ വരവോടെ പ്രവാസികൾ തൊഴിൽ സുരക്ഷ, പുനരധിവാസം, വിമാനക്കൂലി വർധനവ് തടയൽ എന്നിവയിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് UDF നേതൃത്വം നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ മുഖ്യമന്ത്രിക്കും സഹമന്ത്രിമാർക്കും UDF ടീമിനും പ്രവാസി ഓൺലൈന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ലോകത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തി കോങ്കോയിലും ഉഗാണ്ടയിലും എബോള രോഗം പടരുകയാണ്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ അതിവേഗം പടരുന്ന സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നിലവിൽ ഇതൊരു ആഗോള മഹാമാരിയായി മാറിയിട്ടില്ലെങ്കിലും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 50 വർഷത്തിനിടെ ആഫ്രിക്കയിൽ 15,000-ഓളം പേരുടെ ജീവനാണ് എബോള കവർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.